നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് തൊടുപുഴ കോലാനിയിൽ താമസിക്കുന്ന റിട്ടയർഡ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥ സുഭദ്ര ഷാജി. ജോയിന്റ് കൗൺസിൽ സാന്ത്വന പദ്ധതി 1001 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി 100 കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പടമുഖം സ്നേഹമന്ദിരത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ദിനാചരണം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മാർത്തമ്മ ചെറിയ പള്ളിയിലെ കന്നി20 പെരുന്നാളിനോടനുബന്ധിച്ച് പോത്താനിക്കാട് അന്ധവനിതാ പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്ന വിവിധ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി സ്റ്റാൾ തുറന്നു. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മാർത്തമ്മ ചെറിയ പള്ളിയിലെ കന്നി20 പെരുന്നാളിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തി. സന്ദേശയാത്ര കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് തൊടുപുഴ കോലാനിയിൽ താമസിക്കുന്ന റിട്ടയർഡ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥ സുഭദ്ര ഷാജി. മണ്ണെടുക്കുന്നത് മൂലം മുനിസിപ്പൽ റോഡിൽ കൂടി വലിയ മഴയത്ത് മണ്ണൊലിച്ച് അവരുടെ വീട്ടിലേക്കും കിണറ്റിലേക്കും പതിക്കുന്നു. കിണർ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. മുനിസിപ്പാലിറ്റിയിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥ. ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും ഉയർന്ന സ്ഥലമാണ്. ഞങ്ങൾ നിരപ്പായ സ്ഥലത്തായി താമസിക്കുന്നത്. പക്ഷെ വടക്ക് ഭാഗത്തുനിന്ന് ഒരു മണ്ണെടുത്ത് കുന്നുള്ള ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് വരുമ്പോൾ ഈ മുനിസിപ്പൽ റോഡ് വന്ന് അവസാനിക്കുന്നത് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ വടക്ക് ഭാഗത്ത് മണ്ണെടുത്ത് താഴേക്ക് വരുമ്പോൾ ഈ വലിയ മഴ, ഇപ്പോൾ ഈ വലിയ 2-3 മണിക്കൂർ നിൽക്കുന്ന മഴ പെയ്യുമ്പോൾ ഉയർന്ന ഭാഗത്തുനിന്ന് ചെളിയും മണ്ണും എല്ലാം ഒഴുകി റോഡിലേക്ക് ചാടി അവസാന ഭാഗത്തിരിക്കുന്ന ഞങ്ങളുടെ മുറ്റത്തേക്കും പോർച്ചിലേക്കും മുഴുവൻ നിറഞ്ഞ് ആ മണ്ണും ഞങ്ങളിട്ടിരിക്കുന്ന മുറ്റുമെല്ലാം മുഴുവനും മണ്ണും ചെളിയും കൊണ്ട് മൂടി കിണറിനകത്ത് വെള്ളം വന്ന് കിണറിനകത്ത് ചെളിയും വന്നും വെള്ളവും കൂടി അതും കിണർ ഉപയോഗശൂന്യമായി. അങ്ങനെ 2021 ഇതേ സംഭവം തന്നെ ആ സ്ഥലത്ത് ഈ വലതു ഭാഗത്ത് കിടക്കുന്ന വടക്ക് ഭാഗത്ത് കിടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ആ ഭൂപ്രകൃതി മാറ്റിയ ഒരു മണ്ണെടുത്ത് അത് മറ്റുള്ളവരിടത്തെല്ലാം കൂടെ കൂട്ടി ഇട്ടപ്പോൾ ഈ ഒക്ടോബർ 5-ാം തീയതി ഈ വലിയ മഴ വന്നപ്പോൾ അന്ന് ഈ പ്രദേശത്തെ മണ്ണും ചെളിയെല്ലാം കൂടെ ഒഴുകി വന്ന് ഞങ്ങളുടെ മുറ്റം മുഴുവനും ചെളി കൊണ്ടും മണ്ണുകൊണ്ടും മൂടി പോർച്ച് കയറി പോർച്ച് മുഴുവനും മണ്ണും ചെളിയും നിറഞ്ഞ് കാറിൻ്റെ ടയറിൻ്റെ അവിടം വരെ ചെളിയും മണ്ണും നിറഞ്ഞ് ഞങ്ങളുടെ കിണർ മുഴുവൻ കലങ്ങി അടിച്ച് ഒരിക്കലും ഉപയോഗിക്കാനേ പറ്റില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പം ഞാൻ വീണ്ടും അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒക്ടോബറിൽ തന്നെ മണ്ണെടുക്കാൻ പെർമിഷൻ മുനിസിപ്പാലിറ്റി കൊടുത്ത് അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വന്ന് നിൽക്കുന്ന ഞങ്ങളുടെ മുറ്റം മുഴുവൻ മൂടി ഇതേ സംഭവം ഇവിടെ നടക്കും. കാരണം അവിടെ ഹമ്പുണ്ടെങ്കിൽ പോലും ഹമ്പിനെ ഓവർഫ്ലോ ചെയ്താണ് വലിയ മഴ വരുമ്പോഴത്തേക്കും ഈ വെള്ളമെല്ലാം ഞങ്ങളുടെ മുറ്റത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടം ഞാൻ എല്ലായിടത്തും പരാതി കൊടുത്തു. മുനിസിപ്പൽ സെക്രട്ടറിക്ക് താലൂക്ക് ഓഫീസിൽ അവിടെ നിന്നൊന്നും ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇടുക്കി ജില്ലാ കളക്ടറിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ പെർമിഷൻ കൊടുത്തപ്പോൾ താഴെ താമസിക്കുന്ന അവർക്ക് ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും അവർ അന്വേഷിച്ചിട്ടില്ല. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടില്ല. ഇല്ലാതെയാണ് അവർ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വീടിനോ എൻ്റെ സ്വത്തിനോ ഒന്നിനും നഷ്ടം വരാത്ത രീതിയിൽ ഇതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണം. ഗവൺമെൻറ് ഓർഡർ ഉണ്ടാകണം. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ ബാങ്കിലെ സീനിയർ അംഗങ്ങളെയും കുട്ടി കർഷക റിയ റിബുവിനെയും SSLC+2 ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ആദരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം മാത്യു ജോസഫ് ചേംബ്ലാക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി.
തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-2025 വർഷത്തെ വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലത്തിന്റെ അധ്യക്ഷതയിൽ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഈ പ്രതിസന്ധിക്കിടയിലും നമ്മളെ സഹായിച്ച മുഴുവൻ നിക്ഷേപകർക്കും അതുപോലെ തന്നെ മുഴുവൻ ഓഹരി ഉടമകൾക്കും പ്രത്യേകമായി ഈ ദിവസം നന്ദി പറയുകയാണ്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചു, ഇവിടെ ചാനലുകളിലെല്ലാം നിരന്തരമായ വാർത്തകൾ സഹകരണ പ്രസ്ഥാനത്തിലിട്ടിരിക്കുന്ന പൈസകൾ കിട്ടുന്നില്ല, അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നിക്ഷേപകരെ ഇവിടെ നിന്ന് കാര്യമായി പൈസകൾ ഒന്നും ചോദിച്ചില്ല. പല ആളുകളും പൈസയ്ക്ക് ഇവിടെ വന്നപ്പോൾ അവരുടെ പൈസ എത്ര വേണമെങ്കിലും എത്രയാണെങ്കിലും അത് കൊടുക്കാനുള്ള കൽപ്പം ശേഷി നമ്മുടെ സംഘത്തിനുണ്ട് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ നിക്ഷേപകരെ ആരും തന്നെ പണം വാങ്ങാതെ തിരിച്ചുപോയി. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ആവശ്യത്തിനുള്ള അവരുടെ നിക്ഷേപം 100% സുരക്ഷിതമാണ്. അവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത്രയ്ക്ക് ആസൂത്രിതമായാണ് നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മുടെ ഭരണസമിതി നമ്മുടെ ജീവനക്കാർ എല്ലാവരും ഇത് കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധിയായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ ബാങ്ക് നടത്തുന്നതൊക്കെ സാദപ്രാസിംഗ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സഹകാരികൾക്ക് ആവശ്യമായ സമയത്ത് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള നമ്മുടെ ബാങ്കിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ബാങ്കുകളെയാണ് പെൻഷൻ വിതരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പെൻഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവിൻ്റെ ഒരറ്റം കണ്ടാൽ അപ്പം തന്നെ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കുന്ന ക്രമീകരണം നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായി നമ്മൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സെക്രട്ടറി VT ബൈജു 2023-2024 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ ബാങ്കിലെ സീനിയർ അംഗങ്ങളായ സൂസി മാത്യു പഴയിടത്ത്, ടോമി അഗസ്റ്റിൻ ഒറ്റപ്ലാക്കിൽ, തോമസ് മാത്യു കദളിക്കാട്ടിൽ എന്നിവർക്ക് മൊമന്റോ നൽകി. കുട്ടി കർഷക റിയ റിബു പുത്തൻപുരയ്ക്കലിനെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും MTech റാങ്ക് നേടിയ ഗിഫ്റ്റി റോയ് മുതുപ്ലാക്കൽ, BCom റാങ്ക് നേടിയ ആര്യ PK പാറയ്ക്കൽ, MA ഇംഗ്ലീഷ് റാങ്ക് നേടിയ ശില്പ അൻരാജ് കല്ലുങ്കൽ പറമ്പിൽ, ITIയിൽ നിന്ന് റാങ്ക് നേടിയ അതുൽ ബിനു തകിടിയിൽ എന്നിവരെയും മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ബോർഡ് മെമ്പർമാരായ റോബി ശ്രീക്, റോയി അഗസ്റ്റിൻ, ജോബിൻ ജോസ്, ഡീന എമാനുവൽ, ഷേർലി ജോസ്, സിന്ധു ശിവദാസ് തുടങ്ങിയവരും ബാങ്ക് ജീവനക്കാരും സഹകാരികളും പങ്കെടുത്തു. പൊതുയോഗത്തിൽ ബാങ്ക് ഭരണസമിതി അംഗം മാത്യു ജോസഫ് ചേംബ്ലാക്കിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തെക്കുംഭാഗം. ലോക വയോജന ദിനത്തിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ മുതിർന്ന വനിതയായ പടിഞ്ഞാറയിൽ റോസമ്മ ജോസഫിനെ വീട്ടിലെത്തി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കുട്ടിയമ്മ മൈക്കിൾ റോസമ്മ ജോസഫിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 9-ാം വാർഡിലെ തുടങ്ങനാട് താമസിക്കുന്ന 98 വയസ്സുള്ള പടിഞ്ഞാറയിൽ റോസമ്മ ജോസഫിന് ആദരവ് നൽകി. പഞ്ചായത്ത് അധികൃതർ ചേർന്ന് റോസമ്മ ജോസഫിന്റെ വീട്ടിലെത്തി കേക്ക് മുറിച്ച് മധുരവും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖവുമായിട്ട് ഇരിക്കുവാനും ഒക്കെ ഇടവരുക അത് വലിയൊരു കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി എല്ലാ വീടുകളിലും ആളുകളില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കടന്നു വന്നപ്പോൾ ജോബിച്ചൻ്റെ വൈഫും മോനും ഒക്കെ ഇവിടെ കണ്ടു. അത് വലിയ ഒരു ദൈവാനുഗ്രഹമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ തുടർന്ന് വാർഡ് മെമ്പർ കുട്ടിയമ്മ മൈക്കിൾ റോസമ്മ ജോസഫിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ഡോളി രാജു, ആശാ വർക്കർ ശശികല, CDS മെമ്പർ ആലീസ് ജോർജ്, സാക്ഷരതാ പ്രേരക് ബിൻസ് വട്ടപ്പാലം, ജിജിമോൻ കുഴിയാനിക്കൽ, മൈക്കിൾ പൂവത്തുങ്കൽ, ജോബി തീക്കുഴിവേലിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുട്ടം.
ജോയിന്റ് കൗൺസിൽ സാന്ത്വന പദ്ധതി 1001 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി 100 കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 5 കേന്ദ്രങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്ന ജില്ലാതല ഉച്ചഭക്ഷണ വിതരണ പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജനും, അടിമാലിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീറും, നെടുങ്കണ്ടത്ത് സംസ്ഥാന കൗൺസിൽ അംഗം S സുകുമാരനും, പീരുമേട് ജില്ലാ ട്രഷറർ PT ഉണ്ണിയും ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാന്ത്വനം വിശക്കരുതാരും സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ആരംഭിച്ചതിന്റെ 1001 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി 100 കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചത്. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്ന ജില്ലാതല ഉച്ചഭക്ഷണ വിതരണ പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് ഈ 1001 ദിവസവും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ്. അതേപോലെ തന്നെ മുഴുവൻ ജില്ലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മുടെ ജില്ലയിൽ ഇന്ന് ഇതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഭക്ഷണ വിതരണത്തോടൊപ്പം തന്നെ അടിമാലി താലൂക്ക് ആശുപത്രി, പീരുമേട് താലൂക്ക് ആശുപത്രി, തൊടുപുഴയിലെ സ്നേഹാലയം അനാഥാലയം, അതേപോലെ തന്നെ നെടുങ്കണ്ടത്ത് ആകാശപ്പറവ എന്ന് പറഞ്ഞ വൃദ്ധസദനത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് പൊതിച്ചോറുകളും ഭക്ഷണവും ആണ് ഇന്ന് വിതരണം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018 മഹാപ്രളയവും 2019 പ്രളയവും അതേപോലെ തന്നെ 20 ആഞ്ഞടിച്ച കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി R ബിജുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി മേഖലാ പ്രസിഡന്റ് NK സാജൻ സ്വാഗതവും മേഖലാ സെക്രട്ടറി രതീഷ് കുമാർ NK കൃതജ്ഞതയും രേഖപ്പെടുത്തി. തൊടുപുഴ സ്നേഹാലയത്തിൽ നടന്ന ഭക്ഷണ വിതരണം സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി CG അജീഷ സ്വാഗതവും തൊടുപുഴ മേഖലാ പ്രസിഡന്റ് NS ഇബ്രാഹിം കൃതജ്ഞതയും രേഖപ്പെടുത്തി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണം സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേവികുളം മേഖലാ സെക്രട്ടറി TH ഫൈസൽ സ്വാഗതവും അടിമാലി മേഖലാ പ്രസിഡന്റ് സൽമ PM കൃതജ്ഞതയും രേഖപ്പെടുത്തി. നെടുങ്കണ്ടം ആകാശപ്പറവിൽ നടന്ന ഭക്ഷണ വിതരണം സംസ്ഥാന കൗൺസിൽ അംഗം S സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PS ചിന്താമോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കട്ടപ്പന മേഖലാ സെക്രട്ടറി മനോജ് ജോസഫ് സ്വാഗതവും നെടുങ്കണ്ടം മേഖലാ പ്രസിഡന്റ് വിഷ്ണുദേവ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണം ജില്ലാ ട്രഷറർ PT ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KT വിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമളി മേഖലാ സെക്രട്ടറി M മുരുകൻ സ്വാഗതവും പീരുമേട് മേഖലാ പ്രസിഡന്റ് സൗമ്യ മുരളി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് V, മേഖലാ സെക്രട്ടറി സുമേഷ് വാസു എന്നിവർ നേതൃത്വം നൽകി. ജീവനക്കാരിൽ നിന്നും ഭക്ഷണപ്പൊതികൾ സമാഹരിച്ച് വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചാണ് സൗജന്യ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പടമുഖം സ്നേഹമന്ദിരത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ദിനാചരണം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി അഡീഷണൽ SP ശ്യാംലാൽ T അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ എബി പയസ് എന്നിവർ അന്തേവാസികളെ പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പടമുഖം സ്നേഹമന്ദിരത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി അഡീഷണൽ SP ശ്യാംലാൽ T അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി DYSP ജിൽസൺ മാത്യു സ്വാഗതം ആശംസിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുനിത സജീവ്, സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ രാജു എന്നിവർ ആശംസകൾ അറിയിച്ചു. മുരിക്കാശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് KM കൃതജ്ഞത രേഖപ്പെടുത്തി. യോഗാനന്തരം ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ പടമുഖം സേക്രഡ് ഹാർട്ട് പള്ളി വികാരി റവറൻ ഫാദർ ഷാജി പൂത്ര, വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ തൊടുപുഴ പോലീസ് ഫാമിലി കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലറായ ജസ്റ്റി മരിയ സ്റ്റീഫൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഇതിനുശേഷം നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മുരിക്കാശ്ശേരി അൽഫോൺസ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ എബി ഭയസ് എന്നിവർ അന്തേവാസികളെ പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ SI രാജേഷ് കുമാർ, SI KD മണിയൻ, CPOമാരായ സുനിൽ അസേനർ, മിനു MC, ചൈത്ര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നീരുവത പെരുന്നാളിനോടനുബന്ധിച്ച് പോത്താനിക്കാട് അന്ധവനിതാ പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്ന വിവിധ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി സ്റ്റാൾ തുറന്നു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിൽ ആരംഭിച്ച സ്റ്റാൾ MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നീരുവത പെരുന്നാളിന്റെ ഭാഗമായി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിൽ സ്റ്റാൾ ആരംഭിച്ചു. പോത്താനിക്കാട് അന്ധവനിതാ പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്ന ഹാൻഡ് വാഷ്, കുടകൾ, സോപ്പ്, ലോഷൻ, ടോയ്ലറ്റ് ക്ലീനർ എന്നിവയാണ് സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തുന്നത്. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്റ്റാളിന്റെ ഉദ്ഘാടനം MLA ആന്റണി ജോൺ നിർവഹിച്ചു. കാഴ്ച പരിമിതരായിട്ടുള്ള നമ്മുടെ ഈ സഹോദരിമാരെ അത് സഹായിക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അത്തരമൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കന്നീരുവത പെരുന്നാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ കോതമംഗലത്തേക്ക് കടന്നു വരുമ്പോൾ ഇവർ നിർമ്മിച്ചെടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി, വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ പള്ളിയിൽ നിന്നും ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അത് ഇവരെ സംബന്ധിച്ച് വലിയൊരു സഹായം തന്നെയാണ്. നമുക്കറിയാം, മറ്റെവിടെ ഏത് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൾ തുറന്നാലും ആ നിലയിൽ വിൽപ്പന നടത്താൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ദിവസങ്ങളോളം ഈ കോതമംഗലത്തേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കടന്നു വരുമ്പോൾ ഇവർക്കുള്ളൊരു സഹായം എന്നുള്ള നിലയിൽ കൂടി ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ഇവരെ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ഈ സഹോദരിമാർക്ക് ചെയ്തു കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണം. ഏതായാലും ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ അച്ഛനും പള്ളിയുടെ ട്രസ്റ്റിമാരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് അവർക്ക് അത്തരം ഒരു സ്പേസ് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് പലഹാരങ്ങളും കച്ചവടത്തിന് വേണ്ടി സ്റ്റാളുകൾ എടുക്കുന്നത്. അപ്പോൾ സൗജന്യമായി തന്നെ നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പള്ളിയോട് ചേർന്നുകൊണ്ട് തന്നെ ഇത്തരമൊരു സൗകര്യം ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ സഹോദരിമാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, ബിനോയ് മണ്ണഞ്ചേരി, ബാബു കൈപ്പിള്ളിൽ, ജയരാജ് P, ജിഷ EP, ആശ ലിലി തോമസ്, MP ഷൗക്കത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നീരുവത പെരുന്നാളിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തി. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെയും നഗരസഭ ഹരിതസേന അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ചെറിയ പള്ളിയിൽ അവസാനിച്ചു. സന്ദേശയാത്ര കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഒക്ടോബർ 4 വരെ നീണ്ടുനിൽക്കുന്ന കന്നീരുവത പെരുന്നാളിന് 10,000-കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ കോതമംഗലം ക്ലീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും നടക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെയും നഗരസഭ ഹരിതസേന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തിയത്. നഗരസഭ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ചെറിയ പള്ളിയിൽ അവസാനിച്ചു. ഗോൾഡ് സെന്റർ ആൻഡ് കിഡ്സ് ഇവന്റ്സ്, മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, ഹൈറേഞ്ച് ജംഗ്ഷൻ, കോതമംഗലം. കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ വിമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും, നമ്മുടെ പള്ളി പെരുന്നാൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ പോലും ഓരോ ഫങ്ഷനുകൾ അല്ലെങ്കിൽ മറ്റ് ചെറിയ കൊച്ചു കൊച്ചു സമൂഹങ്ങൾ കൂടിയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ പോലും ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ വരും തലമുറയ്ക്കും വരുന്ന തലമുറയിൽപ്പെട്ട പലർക്കും നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ വേണ്ടി നമ്മുടെ ഭൂമിയെ കാത്തുരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതുകൊണ്ട് നമുക്കിത് വളരെ ഇതിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട്, സന്ദേശം മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ ഓരോ SPC കാഡറ്റ്സും ഓരോ പൗരന്മാരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, ട്രാഫിക് SHO ബഷീർ CP, SIമാരായ എൽദോസ് കുര്യാക്കോസ്, ഷാജഹാൻ CA, CPO ഷിയാസ് PA, നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ഷൈൻ, അധ്യാപകരായ എൽദോസ്, ഷൈനി എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഈ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം നമ്മുടെ ഈ വർഷത്തെ കന്നീരുവത പെരുന്നാളും തുടർന്ന് നമ്മുടെ കോതമംഗലം പട്ടണത്തിൻ്റെ
പൂർണ്ണമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ശുചിത്വ നടപടികളും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ കോതമംഗലം ട്രാഫിക് പോലീസ് സംഘടിപ്പിച്ചിരിക്കുന്ന SPCയും ഹരിതകർമ്മസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശ വിളംബര യാത്രയ്ക്ക് ഒരിക്കൽ കൂടി കോതമംഗലം ചെറിയ പള്ളിയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വഴുത്തല ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഒക്ടോബർ 2 മുതൽ 6 വരെ ക്രോസ് ബോർഡർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കല്ലറയ്ക്കൽ CMI അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 2-ന് മലേഷ്യയിലെ IMU സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശാന്തിഗിരി ബിസിനസ് സ്കൂൾ സന്ദർശിക്കും. ആശയവിനിമയം, സെമിനാറുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പരിപാടികളും സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തും. വഴുത്തല ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രപ്രകാരമാണ് ഒക്ടോബർ 2-ന് സന്ദർശനം നടത്തുന്നത്. 2 മുതൽ 6 വരെ കോളേജിൽ സംഘടിപ്പിക്കുന്ന ക്രോസ് ബോർഡർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആശയവിനിമയം, സെമിനാറുകൾ, ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എന്നിവ നടത്തും. കൂടാതെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളും മലേഷ്യയിലെ IMU ടീം സന്ദർശിക്കുമെന്നും ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കല്ലറയ്ക്കൽ CMI അറിയിച്ചു. ശാന്തിഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്ര പ്രകാരം ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി മലേഷ്യയിൽ നിന്നും വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫസേഴ്സും നാളെ ശാന്തിഗിരി ബിസിനസ് സ്കൂൾ സന്ദർശിക്കുകയാണ്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാന്തിഗിരിയിലെയും സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി മലേഷ്യയിലെയും കുട്ടികൾക്ക് പരസ്പരം സംവദിക്കുവാനുള്ള ഒരവസരമാണിത്. കൂടാതെ അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനാവശ്യമായ വർക്ക്ഷോപ്പുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും സെമിനാറുകളും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നതുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തുന്ന ആശുപത്രികളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും സന്ദർശിച്ച് അതിനെപ്പറ്റി ആഴമായി പഠിക്കുന്നതിനുള്ള ഒരവസരം കൂടി നമ്മൾ ഒരുക്കുന്നതാണ്. മാനേജ്മെൻറ്റ് മേഖലയിൽ ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം. ക്രോസ് ബോർഡർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ഈ ഒരു പരിപാടി മുഴുവൻ ഓർഗനൈസ് ചെയ്യുന്നതും നടത്തുന്നതും ശാന്തിഗിരിയിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർക്ക് നല്ല നിലയിൽ നേതൃത്വവാസന വളരുവാൻ വേണ്ട ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള മുഖ്യമായ ലക്ഷ്യം. അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണം ലക്ഷ്യം വെച്ചാണ് ക്രോസ് ബോർഡർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വഴുത്തല. ചരളൻകാനം ബ്രദേഴ്സ് സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ 16-ാം കണ്ടം ടൗൺ വരെയുള്ള ഭാഗത്ത് പാതയോരങ്ങൾ സംഘങ്ങൾ വൃത്തിയാക്കി. സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നിർവഹിച്ചു. കാലങ്ങളായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വാത്തിക്കുടി പഞ്ചായത്ത് ചരളൻകാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ബ്രദേഴ്സ് സ്വയം സഹായ സംഘം. സംഘത്തിലെ അംഗങ്ങളായ 15 പേർ ചേർന്ന് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ 16-ാം കണ്ടം ടൗൺ വരെ പാതയുടെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇവർ നീക്കം ചെയ്തു. ചരളൻകാനത്ത് നിന്ന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു. ചരളങ്കാനം പ്രദേശ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ ഗാന്ധി ജയന്തിയെ അനുബന്ധിച്ച് സേവനവാരം എന്നാണ് അവരുടെ ലക്ഷ്യം. 2 സൈഡിലും റോഡുകളുടെ 2 സൈഡുകളിലും കാട് വെട്ടിത്തെളിക്കുകയും അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒഴിവാക്കി അത് പെറുക്കി കഴിഞ്ഞാൽ നാളെ അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇവരിത് നടത്തുന്നത്. ഇത് നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്ത് നല്ല നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ളവർക്കും ഇവരൊരു മാതൃകയായി മാറട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു മഹത്തായ സംരംഭത്തിന് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. ചരളൻകാനം ബ്രദേഴ്സ് സ്വയം സഹായ പ്രസിഡന്റ് ആന്റോ അക്കക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ കലൂർ, മറ്റംഗങ്ങളായ ഷാജി മാത്യു, സജി കല്ലേക്കുളം, ബെന്നി ബിനോയ് അറയ്ക്കൽ ഉൾപ്പെടെ നിരവധി പേർ നേതൃത്വം നൽകി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉൾപ്പെടെ ജനപ്രതിനിധികളും സംഘാംഗങ്ങളെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
മണപ്പാടി കൊച്ചുകണ്ണിക്കൽ റോഡും മണപ്പാടി ചപ്പാത്തും നാട്ടുകാർ സമാഹരിച്ച് തുക കൊണ്ട് വാങ്ങിയ സിമന്റും മറ്റും ഉപയോഗിച്ച് പുനർനിർമ്മാണം നടത്തി. നാടിന് മാതൃകയായിരിക്കുകയാണ് ഈ പ്രദേശത്തെ യുവാക്കൾ. ഇതുവഴി ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പലതവണ അധികാരികളോട് വിവരം ധരിപ്പിച്ചെങ്കിലും ഇവർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത്. വാഹനങ്ങൾ ഓടാത്ത രീതിയിൽ കുണ്ടും കുഴിയുമായി കിടന്ന മണപ്പാടി കൊച്ചുകണ്ണിക്കൽ റോഡും മണപ്പാടി ചപ്പാത്തും നാട്ടുകാർ വാങ്ങി നൽകിയ 10 ചാക്ക് സിമന്റ് കൊണ്ട് കുഴികൾ അടച്ചും ഇളകിക്കിടന്ന കോൺക്രീറ്റും ടാറിങ്ങും അടിച്ച് പ്രദേശവാസികൾ നാടിന് മാതൃകയായി. പഞ്ചായത്തോ മറ്റ് ജനപ്രതിനിധികളോ ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് പ്രദേശവാസികളായ യുവാക്കൾ മുന്നിട്ടിറങ്ങിയത്. ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും ഒന്നും ഓടാത്ത അവസ്ഥയിലായിരുന്നു റോഡ്. കൊച്ചുകണ്ണിക്കൽ ദേശം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആൾക്കാർ യാതൊരു താല്പര്യവും എടുത്തിരുന്നില്ല. പ്രദേശവാസികളായ പുഷ്കരൻ, വിൻസെന്റ്, സജി, സാം, ഷൈജു, റോബി, സാം, ബിബിൻ, വിജയൻ, ഷിജു, സിജോഷ്, ബിജേഷ്, വിജയൻ, ജോജി തുടങ്ങിയവരും കൂട്ടുകാരും ചേർന്നാണ് ഈ പണികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ലയൺസ് ക്ലബ്ബ് കോതമംഗലം ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ ലയൺസ് ഇന്റർനാഷണൽ 318C നടപ്പിലാക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്തു. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി VT പൈലി മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് കോതമംഗലം ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ ലയൺസ് ഇന്റർനാഷണൽ 318C നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷയിൽ ഘടിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണമാണ് നടന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ലൈജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ MLA ആന്റണി ജോൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് ഏത് അപകട സ്ഥലത്തും അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവിടെ എല്ലാം ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വാഹനത്തിൽ ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അതിന് പ്രത്യേക താല്പര്യം കാണിച്ചുകൊണ്ട് എല്ലാ വാഹനങ്ങളിലും അത്തരം സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടിൽ ഒപ്പം നിന്നുകൊണ്ടാണ് ഈ കോതമംഗലം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷകളിൽ ഈ ഫസ്റ്റ് എയ്ഡ് സൗകര്യം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു അപകടമോ അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ ആദ്യം പ്രാഥമികമായി നൽകേണ്ട ചികിത്സകളും മറ്റുമൊക്കെ നൽകാൻ, അല്ലെങ്കിൽ അത്തരം ഇടപെടൽ നടത്താൻ ഈ ലയൺസ് ക്ലബ്ബ് നൽകിയിട്ടുള്ള ഈ ഒരു സഹായം അത് ഏറെ ഉപകാരപ്രദമായി തീരും. ഇത് കൈപ്പറ്റിയിട്ടുള്ള പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളിത് നന്നായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഇവരുടെ ഈ പ്രവർത്തനത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലയൺസ് ക്ലബ്ബ് ഈസ്റ്റ് ലയൺസ് ക്ലബ്ബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും മറ്റ് പരിസരടക്കം എല്ലാവരുടെയും പേര് പറയുന്നതിൽ സമയക്കുറവുമുണ്ട്. അപ്പോൾ നല്ല നിലയിൽ തന്നെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ക്ലബ്ബിന് നടത്താൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കന്നി20 പെരുന്നാളിൻ്റെ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി VT പൈലി മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, നെല്ലിക്കുഴി പഞ്ചായത്ത് അംഗം അരുൺ C ഗോവിന്ദ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗം ജോർജ് എടപ്പാറ, റീജിയണൽ ചെയർപേഴ്സൺ KC മാത്യൂസ്, സെക്രട്ടറി ഗിരീഷ് കുമാർ TK, ട്രഷറർ ടോണി മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് KG, ഷാജി KO, മുൻ പ്രസിഡന്റുമാരായ ബിനോയ് തോമസ്, തങ്കപ്പൻ P, സജിത്ത് മലബാർ, രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് തൊടുപുഴ കോലാനിയിൽ താമസിക്കുന്ന റിട്ടയർഡ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥ സുഭദ്ര ഷാജി. ജോയിന്റ് കൗൺസിൽ സാന്ത്വന പദ്ധതി 1001 ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി 100 കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പടമുഖം സ്നേഹമന്ദിരത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ദിനാചരണം നടത്തി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മാർത്തമ്മ ചെറിയ പള്ളിയിലെ കന്നി20 പെരുന്നാളിനോടനുബന്ധിച്ച് പോത്താനിക്കാട് അന്ധവനിതാ പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്ന വിവിധ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി സ്റ്റാൾ തുറന്നു. MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി20 പെരുന്നാളിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തി.
സന്ദേശയാത്ര കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.